എനിക്കറിയാവുന്നിടത്തോളം അവൻ ആ ടൈപ്പൊന്നും ആയിരുന്നില്ല. അവരെന്ത് ചെയ്താലും അവനതൊരു പ്രശ്നമായിരുന്നില്ല. ഇപ്പൊ തന്നെ പെണ്ണുമ്പിള്ളെ തല്ലിയിറക്കി അവളുടെ വീട്ടിൽ വിട്ടിരിക്കുക അവൻ. പക്ഷെ ഇന്നത്തെ സംസാരം കേട്ടിട്ട് അവന്റെ മനസ്സിൽ ചെറിയൊരു മാറ്റം ഉണ്ടോ എന്നൊരു സംശയം. അത് നമുക്ക് മാറ്റിയെടുക്കാം. ഒന്ന് നയത്തിന് നിന്നാ മതി. അടുപ്പിച്ചൊരു 4-5 ദിവസം നല്ല രീതിയിൽ ഒരു മദ്യസേവ അറേഞ്ച് ചെയ്ത് കൊടുത്താ ആ മനസ്സൊക്കെ അങ്ങ് മാറണം, മാറ്റിയെടുക്കണം നമുക്കവനെ. ഈ കളിയിൽ എനിക്ക് ലക്ഷ്യം 2ആണ്. 1 ബിസിനസ്, 2 റിവഞ്ച്. അവനെ വച്ച് ആ പ്രൊഫസറോടുള്ള എൻ്റെ പ്രതികാരം ഞാൻ നിറവേറ്റും. അയാളുടെ മകളെ ഇനിയൊരിക്കലും അവൻ തിരിച്ചു വിളിക്കില്ല. അകറ്റും ഞാൻ ഒരുപാട് ദൂരേക്ക്. സാറിന് എന്നെ മനസ്സിലായോ? വില്യം അല്ലേ? കുറച്ചു നേരം ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. പോകാൻ തിരക്കണ്ടോ? ഇന്ന് എൻ്റെ 2 ആൾക്കാരെ സാറിൻ്റെ ഓഫീസിലേക്ക് അയച്ചിരുന്നു, ഒരു വാല്യുവേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി. ഓഫീസ് കാര്യങ്ങൾ ഓഫീസിൽ വെച്ച് തന്നെ സംസാരിക്കുന്നതന്നെ നല്ലത്. അല്ലാതെ ഇവിടെ ഇങ്ങനെ നടു റോഡിൽ വെച്ചിങ്ങനെ. അങ്ങനെ ഒരു ഔപചാരികത വേണോ നമുക്കിടയിൽ? വേണം തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത് നാളെ ഓഫീസിൽ വെച്ച് കാണാമെന്ന്. നിൽക്കൂ, എനിക്കല്പം വീട്ടുകാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഓഫീസും വേണ്ട, വീടും വേണ്ട. പകരം നമുക്ക് സംസാരം ബാറി വെച്ചായാലോ? എവിടെയും പോകാതെ തന്നെ ഇവിടെ വെച്ച് പറയാമെന്ന് പറഞ്ഞാൽ പോരെ? പറയുമ്പോൾ ഒരു ഡ്രിങ്കും കൂടി ഉണ്ടെങ്കിൽ സംസാരത്തിന് സ്മൂത്ത്നെസ് കിട്ടും. അതാ എൻ്റെ അനുഭവം. സാറിൻ്റെയും അങ്ങനെയാണെന്നാ ഞാൻ അറിഞ്ഞത്. നിങ്ങൾ അറിഞ്ഞതിൽ അല്പം പെശകുണ്ട്. അയ്യോ, അതെന്താ? സാറ് സ്മോളിംഗ് പരിപാടിയൊക്കെ നിർത്തിയോ? നിർത്തിയാലും തുടർന്നാലും അതിൻ്റെ പേഴ്സണൽ കാര്യമാണ്. ഓക്കെ, ഞാൻ ഇടപെടുന്നില്ല. പക്ഷെ സാറിനോട് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാനുണ്ട്. ഐ മീൻ, സാറിന് എന്ത് വേണം? എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഒന്ന് ശരിയാക്കി തരാൻ. ഏയ്, ഒന്നും വേണ്ട. തനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നില്ല. കാരണം അതൊരു ജെനുവിൻ കേസല്ല, അത്ര തന്നെ. ഇതാദ്യമല്ലോ സാറ് ജനുവിനില്ലാത്ത കാര്യം ചെയ്യുന്നത്. പിന്നെന്താ ഇതിനൊരു തടസ്സം? നിങ്ങളുടെ ആൾക്കാർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാനല്ല, എന്റെ കുടുംബക്കാരെ അന്വേഷിക്കാനാ താല്പര്യം. ഇങ്ങനെ പോയാൽ അവൻ കൈവിട്ടു പോവുമല്ലോ മോനെ. പോട്ടെ കർണേട്ടാ, അവൻ പോകുന്നിടത്തോളം പോട്ടെ. ഓടിച്ചിട്ട് പിടിക്കുന്ന വില്യമിനിഷ്ടം. കാലത്തെ മുതൽ അമ്മ ഈ നിൽപ്പാണല്ലോ.
എന്താ മോളെ, നേരെ ഇത്രയായിട്ട് അവരെ കാണുന്നില്ലല്ലോ. അതിനവര് ഇന്ന നേരത്തെ എത്തുന്നൊന്നും പറഞ്ഞില്ലല്ലോ. വൈകുന്നതിന് മുമ്പ് ഇങ്ങനെ എത്തുന്നല്ലേ പറഞ്ഞുള്ളൂ. അതിനാണോ അമ്മ രാവിലെ മുതൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നേ? എനിക്ക് എന്തോ ഒരു പേടി പോലെ. അമ്മയ്ക്ക് പിന്നെ പേടിക്കാൻ വലിയ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. നിനക്കത് പറയാം. ഓരോന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. അമ്മ ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. അവരിങ്ങെത്തും. ചിലപ്പോ ട്രെയിൻ ലേറ്റ് ആയിരിക്കും. ഡൽഹിന്ന് വരുന്ന ട്രെയിനല്ലേ. അങ്ങനെയാണെങ്കിൽ അവർക്കൊന്ന് വിളിച്ചൂടെ? അവിടുന്ന് കയറിയപ്പോ ഒന്ന് വിളിച്ചതാ. ഗ്രീഷ്മ മോളുണ്ടായിരുന്നെങ്കിൽ സ്കൂട്ടറിൽ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പറഞ്ഞു വിടായിരുന്നു. എത്രയാ? 50. ആ ബാഗ് എടുത്തോ. ഡാ ചേച്ചി ഇങ്ങത്താ. എന്താ മാഷി ഇത്രയും വൈകിയേ? അതിന് വൈകിയില്ലല്ലോ. നല്ല ആളോട് അച്ഛൻ പറയുന്നേ. സ്റ്റേഷനിലെത്തിയപ്പോഴെങ്കിലും ഒന്ന് വിളിക്കായിരുന്നില്ലേ മാഷേ? എന്താ വിളിച്ചിരുന്നെങ്കിൽ താലപ്പൊലി അതിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാവുമായിരുന്നു ഞങ്ങളെ വരവേക്കാൻ. ആ അത് ശരി. അപ്പൊ അച്ഛനും മോളും കൂടി മനഃപൂർവ്വം വിളിക്കാതിരുന്നല്ലേ? ബാക്കിയുള്ളവരുടെ തീ തിന്നായിരുന്നു. അതെന്താ മോളെ ഇന്നിവിടെ ചോറും കറിയൊന്നും വെച്ചില്ലേ? മാഷ് എന്താ തമാശ പഠിക്കാൻ പോയതാ ഡൽഹിക്ക്? പോയ വിശേഷങ്ങളൊക്കെ അകത്തി എന്ന് പറയാം. വാ വാ മക്കളെ. എന്താ ചൂട്? ആ ഇനി ചോദിക്ക് ശാരദേ, എന്ത് വിശേഷങ്ങളൊക്കെയാ തനിക്ക് അറിയേണ്ടത്? എനിക്കൊരു വിശേഷം അറിയണ്ട. എന്തേ ഇടയ്ക്കൊന്നും വിളിച്ചില്ലാന്നേ ഞാൻ ചോദിച്ചുള്ളൂ. എന്തായാലും മനഃപൂർവ്വം വിളിക്കാതിരുന്നതല്ല. ചിലപ്പോ സമയം കിട്ടാതെ പോകും. ഇനി അഥവാ കെട്ടി പുറത്തേക്കൊന്ന് ഇറങ്ങിയാൽ ബൂത്തുകൾക്ക് ചുറ്റും 1000 ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയായിരിക്കും. ഇനി ചിലപ്പോ സമയമുണ്ട്, തിരക്കില്ലെന്നും വിചാരിക്കേ. അന്നേരം ഞാനും മോളും നല്ല ഉറക്കത്തിലുമായിരിക്കും. പിന്നെങ്ങനെ വിളിക്കുക? അതൊന്നുമല്ല, പുറത്തേക്ക് ഇറങ്ങിയാ അത്രേ ഉള്ളൂ ഉത്തരവാദിത്വം. അത് തന്നെ കാര്യം. ആ അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇത്ര നാളും ഉത്തരവാദിത്വത്തോടു കൂടി ജീവിച്ചില്ലേ? ഇനി അതൊന്നും ഇല്ലാതെ കുറച്ചു നാളും ജീവിച്ചു നോക്കട്ടെ. എന്താ മക്കളെ? വെറുതെ ഇനി അമ്മയെ ദേഷ്യം പിടിപ്പിക്കല്ലേ അച്ഛാ. എന്നാലും ഞങ്ങൾ രണ്ടുപേരും ഒരു വലിയ ദീർഘയാത്രയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. എന്നിട്ട് ഓരോ ഗ്ലാസ് വെള്ളമെങ്കിലും വേണോന്ന് ഉത്തരവാദിത്വത്തോടു കൂടി ഭവതി ചോദിച്ചോ? അയ്യോ, അത് ഞാനങ്ങ് മറന്നു. എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാ കുഴപ്പം. അല്ല, ഇന്നെന്താ ഗ്രീഷ്മ ചേച്ചി വന്നില്ലേ? ഈ നേരത്തൊക്കെ ഇവിടെ എത്തുന്നതാണല്ലോ. ഇന്നെന്തോ പ്രോജക്റ്റിന്റെ ആവശ്യത്തിന് 1-2 പേരെ കാണണം, വൈകിയേ വരൂന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. അപ്പോ ചേച്ചിയും കൂടി വന്നിട്ട് വിശേഷങ്ങളൊക്കെ വിളമ്പാം അല്ലേ അച്ഛാ? ദേ, എനിക്കൊരു വിശേഷം മാത്രം അറിഞ്ഞാ മതി. ടെസ്റ്റ് വളരെ സിമ്പിൾ ആയിരുന്നു എന്ന് പറഞ്ഞത് കാര്യട്ടാ? അതെ ചേച്ചി, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് പാസ്സാവുന്ന. പ്രിലിമിനറിയുടെ കാര്യത്തിൽ പോലും ഇത്രയും വിശ്വാസം ഉണ്ടായിരുന്നില്ല എനിക്ക്. ഞാനത് അച്ഛനോട് പറയുകയും ചെയ്തു. അത് കേട്ടാ മതി. എന്നാ ഇനി ഇന്റർവ്യൂവിന് ഒരുങ്ങിക്കോ. ഉഴപ്പാനൊന്നും പറ്റില്ല, നന്നായി തന്നെ പഠിക്കേണ്ടി വരും. എന്നാലേ കാര്യമുള്ളൂ. അതൊന്നും ഇപ്പോഴേ ഓർമ്മിപ്പിക്കല്ലേ എന്റെ ചേച്ചി. തൽക്കാലം ഞാൻ ആ പെട്ടിയും പ്രമാണമൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ. പോട്ടെ. എത്ര ഉഴപ്പാതെ പഠിച്ചാലും ജയിക്കാൻ കഴിയാതെ പോകുന്ന ചില പരീക്ഷകളുണ്ട് ജീവിതത്തിൽ. അതെ, എങ്ങനെയെല്ലാം കൂട്ടിക്കിഴിച്ചാലും മാർക്ക് വെറും വട്ടപൂജ്യം. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. എത്ര ഉഴപ്പാതെ പഠിച്ചാലും ജയിക്കാൻ കഴിയാതെ പോകുന്ന ചില പരീക്ഷകളുണ്ട് ജീവിതത്തിൽ. അതെ, എങ്ങനെയെല്ലാം കൂട്ടിക്കിഴിച്ചാലും മാർക്ക് വെറും വട്ടപൂജ്യം. അച്ഛനിപ്പോ ദേവുവിന്റെ കാര്യത്തിലൊരു പ്രതീക്ഷയുണ്ട്. അവക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും, നല്ലൊരു ജീവിതം ഉണ്ടാവും. പക്ഷേ മോളുടെ കാര്യം ഓർക്കുമ്പോ മനസ്സാകെ തളർന്നു പോവുക. ഞാൻ പറഞ്ഞല്ലോ അച്ഛ, എന്നെ ഓർത്ത് അച്ഛ സങ്കടപ്പെടണ്ട. പാഠങ്ങൾ ഒരുപാട് പഠിച്ചതാ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന്. എന്നിട്ടും പരീക്ഷകളിലെല്ലാം ഞാൻ തോറ്റു. തോറ്റതല്ല, വിധി എന്നെ തോൽപ്പിച്ചതാ.
പക്ഷേ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ജയിക്കണം എൻ്റെ ഈ ജീവിതത്തിൽ. ആ ഒരാഗ്രഹമേ എനിക്കിപ്പോ ഉള്ളൂ. അതിന് ആരുടെയും കണ്ണീര് എനിക്കൊരു തടസ്സമാവരുത്. മോളെ, മോളെ, ആരാ ഈ രാത്രിയില്? അമ്മേ, ആരാ? ഞാനാ സേവ്യർ. എന്താ സേവ്യർ ഈ രാത്രിയില്? ആ കാശിങ് വേണമായിരുന്നു. ഈ പാതിരാത്രിയിലാണോ കാശി ചോദിക്കാൻ വരുന്നത്? പകലൊന്നും സമയം കിട്ടിയില്ലേ? അങ്ങനെ നിങ്ങളുടെ സമയത്തിന് വരാൻ എനിക്ക് സൗകര്യമില്ല. കാശ് ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ പകലും വരും, ദാ ഇതുപോലെ രാത്രിയിലും വരും. വെറുതെ സമയം കളയാതെ ആ കാശിങ് താ ചേച്ചി. എന്തായാലും ഇപ്പൊ തരാൻ കാശില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങളുടെ മോൻ വന്നത് ഞാൻ അറിഞ്ഞു. നല്ല പൂത്ത കാശുള്ള കുടുംബത്തിൽ നിന്ന് അവൻ പെണ്ണും കെട്ടി. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞ ഉണ്ടെങ്കിൽ തരില്ലേ സേവ്യറെ? വെറുതെ എന്റെ സ്വഭാവം മാറ്റല്ലേ. തരാനുള്ള കാശിങ് തന്നാൽ ഞാനങ്ങ് പോയിക്കോളാം. സേവ്യറിന് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? തരാൻ ഇപ്പൊ എന്റെ കയ്യിൽ കാശില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങ് തന്നേക്കാം. അല്ലാതെ ഇല്ലാത്ത കാശ് ഞാൻ ഇപ്പൊ എവിടുന്ന് ഉണ്ടാക്കാനാ? അത് ശരി, അപ്പൊ തരൂലെന്ന് തന്നെ പറയുന്നേ. ദേ, ആ കാശ് ഞാനങ്ങ് മറന്നേക്കാം. ചേച്ചി വാതിലും തുറന്നാ മതി. ഇറങ്ങി പോടാ. അങ്ങനെ അങ്ങ് പോയാലോ? ഒന്നി എന്റെ കാശിതാ. കാശ് ചോദിക്കുമ്പോ വാതിലടക്കുമോ? നല്ല സ്വഭാവം. വേണ്ടമ്മേ, മര്യാദക്ക് വാതിലുറക്ക. അമ്മേ വേണ്ട. എന്താണ് നിനക്ക് വേണ്ടത്? പറയടാ. നിന്റെ കാശ് ചോദിക്കാൻ ഈ പാതിരാത്രി കണ്ടുള്ളൂ അല്ലേ? മേലിൽ ആ പേരും പറഞ്ഞ് ഈ പടി ചവിട്ടിയോ ഒരിഞ്ഞുകളയും ഞാൻ. ഇറങ്ങണ വെളിയില്. എടാ പോകാൻ. അമ്മേ, മോള് കരയണ്ട, വാ. അയാൾ ഇനിയും വരൂ അമ്മേ. മോള് പേടിക്കണ്ട, അയാൾ ഇനി വരാനൊന്നും പോണില്ല. ഏത് നശിച്ച നേരത്താണോ അയാളുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങാൻ തോന്നിയത്? ഒരു വൃത്തിയിട്ട മനുഷ്യനെ അയാള് വഴിയിലൊക്കെ വെച്ച് കാണുമ്പോ ഓരോ വേണ്ടാതിനങ്ങൾ പറയും. എനിക്ക് പേടി അയാളെ. ഇനി ചിലപ്പോ പകലൊക്കെ എവിടെയെങ്കിലും വെച്ച് എന്നെ കാണുമ്പോഴായിരിക്കും കാശ് ചോദിക്കുക. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് ശിവേട്ടിനെ ഒന്ന് വിളിച്ചാലോ അമ്മേ? എന്തിനാ മോളെ? അതൊന്നും വേണ്ട. വേണം. ശിവേട്ടിനെ ഒന്ന് അറിയുന്നത് നല്ലതല്ലേ? ചോദിക്കാനും പറയാനും ആണുങ്ങളില്ലെന്നുള്ള ധൈര്യത്തിലല്ലേ അയാള്? ഞാൻ ശിവേട്ടിനെ വിളിക്കാൻ പോവാ. ഇനിയിപ്പൊ നാളെ രാവിലെ വിളിക്കാം മോളെ. വേണ്ട, ഇപ്പൊ തന്നെ വിളിക്കണം. ഹലോ. ഹലോ, ശിവേട്ടിനെ ഒന്ന് കിട്ടുമോ? ആരാ സംസാരിക്കുന്നേ? ശിവേട്ടിന്റെ സഹോദരിയാ, ശോഭ. ആ, എന്താ മോളെ? എന്താ ഈ സമയത്ത്? എനിക്ക് ശിവേട്ടിനോടൊന്ന് സംസാരിക്കണമായിരുന്നു. അയ്യോ, അവനിപ്പോ ഉറങ്ങിക്കാണുമല്ലോ. എന്താ മോളെ, അത്യാവശ്യം വല്ലതും ആണോ? അത് ശിവേട്ടിനോട് നാളെ രാവിലെ ഇവിടം വരെ ഒന്ന് വരാൻ പറയണം. ആ, ഞാൻ പറയാം.
മറക്കാതെ പറയണേ, വളരെ അത്യാവശ്യമായതുകൊണ്ടാ. ആ പറയാം മോളെ. എന്നാ ശരി. ശിവൻ ഇതുവരെയായിട്ടും കിടന്നില്ലേ? ഇല്ല, ആലീസോ? അവൾ ഉറങ്ങി. എന്താ ഒരു വല്ലായ്മ പോലെ? അവളുമായിട്ട് എന്തെങ്കിലും? ഏയ്. ശിവന്റെ അനിയത്തി ഇപ്പൊ വിളിച്ചിരുന്നു. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ശിവൻ ഇതുവരെയായിട്ടും കിടന്നില്ലേ? ഇല്ല, ആലീസോ? അവൾ ഉറങ്ങി. എന്താ ഒരു വല്ലായ്മ പോലെ? അവളുമായിട്ട് എന്തെങ്കിലും? ഏയ്. ശിവന്റെ അനിയത്തി ഇപ്പൊ വിളിച്ചിരുന്നു. എന്താ കാര്യം എന്താന്ന് പറഞ്ഞില്ല. അത്യാവശ്യമാണെന്ന് പറഞ്ഞു. നാളെ രാവിലെ അവിടം വരെ ഒന്ന് ചെല്ലണമെന്ന്. അവരെ കൊണ്ടിങ്ങനെ വിളിപ്പിക്കാനൊന്ന് നിൽക്കണ്ട ശിവ. ഇടയ്ക്കൊക്കെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അവിടെ അമ്മയും അനിയത്തി മാത്രമല്ലേ ഉള്ളൂ. അവർക്ക് ഇടയ്ക്ക് ശിവനെ ഒന്ന് കാണണമെന്ന് തോന്നാതിരിക്കൂ? ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് പോയാലോ? വേണ്ട ശിവ, രാവിലെ ചെന്നാ മതി എന്നാ മോള് പറഞ്ഞേ. കാര്യമായി എന്തോ അത്യാവശ്യമുണ്ട്, അല്ലാതെ അവള് വിളിക്കില്ല. എന്തായാലും ഈ രാത്രി ഇനി പോണ്ട. ശിവൻ പോയി കിടന്നുറങ്ങ്. നാളെ രാവിലെ പോവാം. അമ്മേ, അമ്മേ, ശോഭേ, ശോഭേ. എന്തിനാ അമ്മ അങ്ങോട്ട് വിളിച്ചത്? വിളിച്ചത് ഞാനല്ല, ഇവളാ. എന്താ കാര്യം? ഒന്നുമില്ലടാ, ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാ ഇവള്. ആര് പറഞ്ഞു കാര്യമില്ലാത്ത കാര്യത്തിനാന്ന്? അമ്മ കുറച്ച് കാശ് കടം വാങ്ങിയിരുന്നു ആ പുതുപ്പാട സേവ്യറിന്റെ കയ്യിന്ന്. കൊടുക്കേണ്ട തീയതിയൊക്കെ കഴിഞ്ഞു. ഇന്നലെ രാത്രിയില് അയാൾ ഇവിടെ വന്ന് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി. വൃത്തികെട്ട രീതിയിലൊക്കെ സംസാരിച്ചത്. ഞാനൊന്ന് കാണാം അയാളെ. കാശ് വാങ്ങാൻ രാത്രി തന്നെ വരണമെന്ന് എനിക്കൊന്ന് അറിയണം. അയാളുടെ സ്വഭാവം എനിക്കറിയാം. ഇവിടെ അത് നടക്കില്ലെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ശിവേട്ടൻ ഇവിടെ ഇല്ലെന്ന് അയാൾക്ക് അറിയായിരിക്കും. അതാ അയാൾ ഇത്ര ധൈര്യത്തില് രാത്രി തന്നെ വന്നത്. ശരിക്കൊന്ന് പേടിപ്പിച്ചാ മതി. വേണ്ട, ഒന്നിനും പോണ്ട. അയാൾക്ക് ഇന്നലത്തോട് തന്നെ പേടിയായി കാണും. ഇനി അതിന്റെ പേരില് പ്രശ്നത്തിനൊന്നും പോവണ്ട. എത്ര രൂപയാ അമ്മ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്? അത് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുത്തോളാം. എന്നാലും എത്ര രൂപയാന്ന് പറഞ്ഞൂടെ? 10,000 രൂപയാ ശിവേട്ടാ. ഇത്രയും രൂപ അമ്മ എവിടുന്ന് ഉണ്ടായി കൊടുക്കും? അച്ഛന്റെ പെൻഷൻ തുക മുഴുവനായാലും തികയോ? അത് സാരമില്ല, എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. എന്തായാലും അയാൾക്ക് കൊടുത്തല്ലേ പറ്റുള്ളൂ. ഇനിയും വൈകിയ വീണ്ടും അയാൾ വന്ന് പ്രശ്നം ഉണ്ടാക്കും. അതിനൊന്നും നിൽക്കണ്ട. പണമായിട്ട് ഇപ്പൊ എന്റെ കയ്യിലൊന്നുമില്ല. ഇതുകൊണ്ട് തൽക്കാലം കാര്യം നടക്കും. ഇതൊന്നും വേണ്ട മോനെ, വേറെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്തു വഴിയാ അമ്മേ? ഈ വീടിനു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത മകനല്ലേ ഞാൻ. ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടത് ഞാനാണെന്നും എനിക്കറിയാം. പക്ഷേ എന്റെ ഈ ശപിക്കപ്പെട്ട ജന്മം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇത്രയെങ്കിലും ചെയ്യാൻ അമ്മ എന്നെ അനുവദിക്കണം. അമ്മ ഇത് വാങ്ങണം. നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ അമ്മേ. മോനെ, അമ്മയെങ്കിലും എന്നെ ശപിക്കരുത്, വെറുക്കരുത്.